ഇത് കാണുമ്പം നമ്മൾ വിചാരിക്കും ഏതെങ്കിലും നദിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഏതെങ്കിലും കേരളത്തിലെ ഒരു സ്ഥലമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. യഥാർത്ഥത്തിൽ ഇത് കേരളത്തിലുള്ള നദിയൊന്നുമല്ല. നമ്മൾ കാണുന്നത് ഇയ്യോബിൻ്റെ നാടാണ്. ഇയ്യോബിൻ്റെ മൃഗങ്ങൾ വെള്ളം കുടിച്ച സ്ഥലമാണ്. ഇവിടെയാണ് ഇയ്യോബ് ഒന്ന് കുളിക്കുകയും അതുപോലെ ഇയ്യോബ് ഈ മലയുടെ ഉൾഭാഗത്താണ് ഇയ്യോബ് താമസിച്ചിരുന്നത്. ഇയ്യോബിൻ്റെ നാടാണിത്. ഞങ്ങൾ ഇയ്യോബിൻ്റെ വീട് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇയ്യോബിൻ്റെ ഈ ഉറവ്, ഇയ്യോബിൻ്റെ മൃഗങ്ങൾ വെള്ളം കുടിച്ച സ്ഥലം കാണണം. എനിക്കധികം ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് സഹായിച്ചു. ഇവിടെ കടന്നു വരുവാനിടയായി. ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇത് കാണാൻ വേണ്ടി തന്നെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. കോവയുടെ ഭക്തന്മാർ താമസിച്ച സ്ഥലങ്ങൾ, അവരുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ആ മണ്ണ് പോലും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്രയും ശ്രേഷ്ഠമായ ഒരു സ്ഥലമാണ്. കണ്ടാൽ നല്ല തടാകം പോലെ നമുക്ക് തോന്നിപ്പോകും. അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. നമ്മൾ ചിന്തിക്കുക, ഇത്രയും ശ്രേഷ്ഠമായൊരു സ്ഥലത്താണ് ഇയ്യോബ് പാർത്തിരുന്നത്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ഇയ്യോബ് ഇവിടെ വന്ന് പാർത്തതാണ് ഈ സ്ഥലം ഇത്ര അനുഗ്രഹിക്കപ്പെടാൻ കാരണം എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പലർക്കും കാണാനൊക്കാത്തൊരു സ്ഥലമാണ്. ഇവിടെ ധാരാളം പേര് വരുത്തില്ല, കാണാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇയ്യോബിൻ്റെ ആടുമാടുകൾ വെള്ളം കുടിച്ച ഇയ്യോബ് വന്ന് കുളിക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യുക ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം. ഇത് യൂട്യൂബിലൂടെ വിഷ്വലായിട്ടുമൊക്കെ കാണുവാൻ ദൈവം നിങ്ങൾക്കൊരു ഭാഗ്യം തന്നിട്ട് സഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.